തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. ബംഗളൂരുവിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ റാലി. ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ളയിലൂടെയാണ് മോദി പ്രധാനമന്ത്രിയായതെന്ന് ആരോപണം. യാദ് രഖിയേ, നരേന്ദ്ര മോദി 25 सीट की मार्जिन से प्रधानमंत्री हैं। एक सीट अगर हमें इलेक्ट्रॉनिक डेटा मिल जाए, हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री चोरी करके प्रधानमंत्री बना है। രാഹുലിന്റെ ആരോപണം ഗൗരവമായി കണക്കിലെടുക്കണമെന്ന് ശശി തരൂർ MP. മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത്, മനസ്സിലാവുണ്ടല്ലോ. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ സംശയം മുന്നിൽ നിർത്തി മെഡിക്കൽ കോളേജ് അധികൃതർ. ഹാരിസിന്റെ അടച്ചിട്ട മുറിയിൽ നിന്ന് ഉപകരണ ഭാഗം കണ്ടെത്തിയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. നടക്കുന്നത് തന്നെ കുടുക്കാനുള്ള ശ്രമമാണെന്ന് ഡോക്ടർ ഹാരിസ്. ഹാരിസിനെ ഗൂഢാലോചന നടത്തി വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ധർമ്മസ്ഥല കൊലപാതക ആരോപണത്തിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് വീണ്ടും പരിശോധന. വെള്ളൂരിലെ വനമേഖലയിൽ ശുചീകരണ തൊഴിലാളിയെ എത്തിച്ചു. 13ാം പോയിന്റിലെ പരിശോധന മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് പ്രതിക്കെതിരെ നടപടി. അറ്റൻഡർ AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടു. നടപടി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പോലീസിനെ ആക്രമിച്ച കേസിൽ PK ബുജൈറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് കുന്നമംഗലം കോടതി. ബുജൈർ പോലീസിനെ ആക്രമിച്ചത് ലഹരി കേസിൽ പിടിയിലാവുന്നതിനിടെ. യൂത്ത് ലീഗ് നേതാവ് ഫിറോസിന്റെ സഹോദരനാണ് ബുജൈർ. കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പനാനയെ ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി. കാഴ്ച പരിമിതിക്കുള്ള മരുന്ന് നൽകി. ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ച കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് വിട്ടു. തൃശൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 48കാരി മരിച്ചു. മരിച്ചത് എരുമപ്പെട്ടി സ്വദേശി ജൂലി. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും വൈദ്യുതാഘാതമേറ്റു. തീരുവത്തർക്കം തീരുന്നതുവരെ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്കില്ല എന്ന് അമേരിക്ക. തീരുമാനം ചർച്ചയ്ക്കായി US സംഘം ഇന്ത്യയിലെത്താനിരിക്കെ. 5ാം ഘട്ട ചർച്ച നടന്നത് കഴിഞ്ഞ ജൂലൈയിൽ. അടുത്ത ഘട്ടത്തിനായി US സംഘം ഇന്ത്യയിലെത്തേണ്ടത് ഓഗസ്റ്റ് 22-നാണ്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇന്ത്യ.